ക്ലൗഡ് പോലത്തെ ഇഡ്ഡലി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇവിടെ 4 സീസൺ ഉള്ളത് കൊണ്ട് 4 തരത്തിലാണ് ഞാൻ ഇഡ്ഡലി മാവ് പൊങ്ങാൻ വെക്കുന്നത്. സ്പ്രിംഗ് ടൈമിൽ ഞാൻ എങ്ങനെയാണ് മാവ് പൊങ്ങാൻ വെക്കുന്നതെന്ന് ഇപ്പം കാണിച്ചു തരാം. ഞാൻ ചോറ് വീട്ടിൽ വെക്കാത്തത് കൊണ്ട് അവലാണ് യൂസ് ചെയ്യുന്നത് ചോറിന് പകരം. അപ്പം ഇത്രയുള്ള മെഷർമെൻറ്റ് 2 കപ്പ് അരി, 1 കപ്പ് അവൽ, 1 കപ്പ് ഉഴുന്ന്, ഇതെല്ലാം കൂടെ കഴുകി കുറച്ച് ഉലുവയും കൂടി ഇട്ട് ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. നെക്സ്റ്റ് ഡേ അരയ്ക്കണമെന്നായിരുന്നു എൻ്റെ ഒരു തീരുമാനം. പക്ഷേ ആ തീരുമാനം നടന്നില്ല, ബിക്കോസ് എനിക്ക് സമയം കിട്ടിയില്ല. അന്നേരം ഞാൻ ഇതെല്ലാം കൂടി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേച്ച് അതിൻ്റെയും അടുത്ത ദിവസമാണ് അരയ്ക്കാൻ എടുക്കുന്നത്. എപ്പോഴും അരയ്ക്കാൻ നേരത്ത് ഞാൻ ഉഴുന്നാണ് ഫസ്റ്റ് അരയ്ക്കുന്നത്, ബിക്കോസ് നമ്മളത് 1 കപ്പ് മാത്രമേ ഇടുന്നുള്ളൂ താനും. അത് വെരി പ്രൈസിയാണ്. സോ വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് എനി ബിറ്റ് ഓഫ് ഇറ്റ്, റൈറ്റ്. പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു വലിയ പാത്രത്തിലാക്കി വെയിൽ വരുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കും. മാവരച്ച മിക്സി കുറച്ച് സോപ്പ് ഇട്ടിട്ട് അപ്പം തന്നെ മിക്സിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ക്രബ്ബർ ഇട്ട് ഉരയ്ക്കാൻ നിൽക്കേണ്ട. വെതർ ചാനൽ നോക്കാതെ മാവ് പൊങ്ങാൻ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയത് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. പാത്രം എടുത്ത് കുറച്ച് വെയിൽ വന്നപ്പം ആ ഡക്കി കൊണ്ടുവച്ചു. കുറച്ച് നേരം കൊണ്ട് ബാക്കി പൊങ്ങാനുള്ളതും കൂടെ പൊങ്ങി. ഇനിയിപ്പോൾ സിമ്പിൾ. ഇഡ്ഡലിത്തട്ടെടുത്ത് കുറച്ച് നെയ്യ് തേച്ച് മാവ് കോരി ഒഴിച്ച് 10 മിനിറ്റ് നമ്മൾക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഹേറ്റേഴ്സ് പറയും ഇത് പൂ പോലത്തെ ഇഡ്ഡലി എന്നല്ലേ പറയേണ്ടതെന്ന്. പക്ഷെ ഞാൻ പറയും എൻ്റെ ഇഡ്ഡലി ക്ലൗഡ് പോലെയാണ്. അല്ല പിന്നെ.